പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് ടു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഷാജേട്ടൻ ഇന്ന് പുലർച്ചെയാണ് വന്ന്, അതുകൊണ്ട് തന്നെ ഇന്ന് എന്തോ ഒരു കുരുത്തത്തിന് നമുക്ക് ചായയും കടിയല്ല, കഴിക്കാൻ വേണ്ടിയിട്ട് ചായക്കുള്ള പലഹാരം പുറത്തുനിന്ന് കൊടുന്നിരിക്കുക. പൊറോട്ട ഉണ്ടായിരുന്നു, പത്തിരിയും പിന്നെ കടലക്കറി കേട്ടോ. അപ്പോൾ പുലർച്ചെ ഒരു 6:30 ഷാജേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ നീട്ടർ തന്നെ. രാത്രി വന്നിട്ടുണ്ടായിരുന്നല്ലേ, പിന്നെ അങ്ങനെ ഞാൻ എപ്പോഴോ കിടന്ന് ഉറങ്ങിയിട്ട് അങ്ങോട്ട് ഉറക്കത്തിൽ വിട്ടുപോയി. അപ്പോൾ 6:30 ആൾ വന്നപ്പോൾ വിളിച്ച് നീട്ടപ്പോൾ നല്ല ചൂട് പൊറോട്ടയും പത്തിരിയൊക്കെ ഉണ്ട്, കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ വേണ്ട, ഏതായാലും ആ സമയത്തൊക്കെ എനിക്കൊരു 4 മണി 4:30 ഉറക്കം വരാൻ വേണ്ടിയിട്ട് തന്നെ. വരുമോ ഇല്ല എന്നുള്ളത് പറഞ്ഞില്ല, അങ്ങനെ കിടന്നു. പിന്നെയാണ് വരില്ല പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ ഉറക്കം പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് പോണില്ല, ആൾ ലീവാണെന്നും പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഷാജേട്ടൻ ഉറങ്ങാൻ കയറി കിടന്നു. ഞാനും കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കയറി കിടന്നു കേട്ടോ. അങ്ങനെ പിന്നെ നീറ്റ് പൊളിക്കും 7 മണിയൊക്കെ കഴിഞ്ഞ് ഇന്ന് പൂജയ്ക്ക് ക്ലാസ്സില്ല, കണ്ണൻകുട്ടി ഇന്ന് പോയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് വേഗം തന്നെ നീറ്റിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനന്ന് മെല്ലെയാണ് ചെയ്തത്. നീറ്റ് നമ്മൾ അടിച്ചു വാരി തുടയ്ക്കൽ കഴിഞ്ഞിട്ട് നേരെ വണ്ടിയിലെ പാത്രങ്ങളൊക്കെ ഇറക്കി ക്ലീൻ ചെയ്തിട്ടാണ് തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഇത്തിരി നേരമൊക്കെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞിട്ട് അവർക്കൊക്കെ ചായ കൊടുത്തു. എനിക്ക് എങ്ങനെ പോയാലും 10 മണി ആവണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ടൈം ആയപ്പോഴാണ് കേട്ടോ ചായയൊക്കെ കുടിച്ചത്. പത്തിരിയും കടലക്കറിയും ചായയൊക്കെ കൂട്ടി കഴിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇവിടെ പിള്ളേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ഇനി ഫുഡ് അങ്ങോട്ട് ആയി കിട്ടിയാൽ നമുക്കൊരു സമാധാനമാണല്ലോ. എന്നാൽ തന്നെ ഇന്നൊരു 8:10 ഒരു വട്ടായിരുന്നു. ആരും പോകണ്ടെങ്കിൽ എനിക്ക് നല്ല ഹാപ്പിയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ദിടിപിടിന്നനെ ഓട്ടപ്പാച്ചിലും ഇല്ല, എല്ലാം ചെയ്താൽ മതി. അപ്പം എൻ്റെ കട്ടൻ ചായ ചൂടായതുകൊണ്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചായിരുന്നു, അതൊരു സിപ്പ് അടിച്ചു. എന്നിട്ട് നമ്മൾ പരിപ്പ് കറിയാണ് വെക്കാൻ പോകുന്നത്. പരിപ്പ് കുത്തി കാച്ചല്ലേ അത്, അപ്പോൾ അത് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചു. പാകത്തിന് വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ മുരിങ്ങപ്പൂവ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ വാടി കൊഴിയുന്നുണ്ട്, അങ്ങനെ പൂത്ത് പോകുന്നുണ്ട്, വാടി കൊഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതെടുത്തിട്ട് നമുക്ക് തോരൻ വയ്ക്കാം കുറച്ചെടുത്തിട്ട് വിചാരിച്ചിട്ട്. താഴെയൊക്കെ നിൽക്കുന്നത് കുറച്ച് പിച്ചാണ് കേട്ടോ. മുരിങ്ങപ്പൂവിൻ്റെ തോരൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളല്ലല്ലോ. പിന്നെ അത് കൊഴിഞ്ഞ് പോവുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടിച്ചു തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, താഴെ നിൽക്കണ ഒരു 2-3 കൊല ഉണ്ടായിരുന്നു അത് കേട്ടോ. അതിനകത്ത് ഒട്ടുമിക്കതൊക്കെ ഇങ്ങനെ വാടിയിട്ടുണ്ടായിരുന്നു. നല്ലത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഒരുപാടായി നമ്മൾ മുരിങ്ങാപ്പൂവൊക്കെ തോരൻ കഴിച്ചിട്ട്. കഴിഞ്ഞ വർഷം ഞാൻ എടുത്തിട്ടില്ല, അതിൻ്റെ മുന്നേ എപ്പോഴോ എങ്ങാണ്ടൊക്കെ കഴിച്ചത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ കുറച്ചായി ഇങ്ങനെ വെക്കണം എന്ന് വിചാരിക്കണം, വീഡിയോയിൽ കാണിക്കുകയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ പൊട്ടിച്ചു. ഇനി അത് നല്ലതും ചീത്തതും മാറ്റി റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ പൂവും തണ്ടും കായും എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ വേണ്ടത് മാത്രം നമ്മൾ എടുത്തു. അതിൻ്റെ തണ്ടും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് പൂവും മുട്ടും മാത്രം എടുക്കുകയാണ് കേട്ടോ. കണ്ണൻകുട്ടി ഇത് കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ അവൻ ചോദിക്കേണ്ടത് എന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മുരിങ്ങാപ്പൂവാ തോരൻ വെച്ച അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ അവിടെ വന്നിരുന്നു. രണ്ടും കൂടെ ഇന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ടല്ലോ, വായിക്കൊരു ഒഴിവുണ്ടാവില്ല. രണ്ടും ഒരുവിധം അവിടെ ഏഷണിയും കാര്യങ്ങളായിട്ട് നിൽക്കുന്നുണ്ടാവും, ഞാനും ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു സമാധാനം. അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാളെയും കൂടെ കൂട്ടി. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, നല്ലത് പൊടിയും കാര്യങ്ങളും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മെനക്കെട്ടു. അതൊക്കെ വൃത്തിയാക്കി ഒരു 2-3 പ്രാവശ്യം കഴുകി മാറ്റി വെച്ചു. നമുക്കിന്ന് പരിപ്പ് കുത്തി വറുത്തിട്ടതും മുരിങ്ങാപ്പൂ കൊണ്ടൊരു തോരനും പിന്നെ മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഓംലേറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. പച്ചമാങ്ങ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തോരനിലേക്കുള്ള നാളികേരം എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്നതാണ്. അപ്പോഴാണ് പച്ചമാങ്ങ ഇന്നലെ ഞാൻ മേടിച്ചതാണ്. നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ വരുമ്പോൾ പച്ചമാങ്ങ കിലോന് എത്രയാണോ എന്ന് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. 50 രൂപയ്ക്കാണ് ഞാൻ വാങ്ങി. ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി കൊതി മൂത്തിട്ട് തന്നെ കണ്ണൻകുട്ടി അത് ഒരെണ്ണം മസാല അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. രാത്രി ഇരുന്നിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം, കുറച്ച് ഉപ്പിലിടുകയും ചെയ്യാം. എന്താ വെച്ചാൽ ഒരുപാട് അച്ചാറുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ ഒരു കറുമുറ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ കുറച്ചെടുത്ത് അച്ചാറുണ്ടാക്കാം, ബാക്കി ഉപ്പിലിടുകയും ചെയ്യാം. അതൊക്കെ ആക്കി റെഡിയാക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്ത് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് പരിപ്പ് കുത്തി കാച്ചാൻ വേണ്ടിയിട്ട് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല. ഷാജേട്ടൻ ഇന്നൊരു ഒരു സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറ്റിപ്പുറം ഒരു ഭാഗത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആൾ വരുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങൾ 2-3 സാധനങ്ങൾ ഇല്ലാത്തത് മേടിക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വറ്റൽമുളകും കൂടെ പറയണമെന്ന് വിചാരിച്ചിരിക്കുക. നമുക്ക് ഇതിലേക്ക് കുത്താൻ വേണ്ടിയിട്ട്, പരിപ്പിലേക്ക് കുത്താൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ കുറച്ച് ചതച്ച് വെച്ചു. എന്നിട്ട് അത് കുത്തി കാച്ചാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളതാണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോയിൽ കാണിക്കാറുള്ളതാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കറികളാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കറികളാണല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുക. അതുകൊണ്ടാണ് കേട്ടോ റിപ്പീറ്റ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിപ്പ് വെന്താൽ നമ്മൾ ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഈ കുറച്ചധികം
ചെറിയുള്ളിയും ഒരു 2, 3, 4 വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കടുകൊന്നും വേണ്ട. ഈ ഉള്ളി കുത്തിയത് ഇട്ട് കൊടുത്തിട്ട് വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഈ ഉള്ളിയും വറ്റൽമുളകും കൂടെ കുത്തുക. എന്നിട്ട് മൂത്ത് വരുമ്പോൾ, വറ്റൽമുളക് ഇല്ലെങ്കിൽ ഈ ഉള്ളി മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ട് കൊടുക്കുക. അത് മൂത്ത് വരുമ്പോൾ നമ്മുടെ വെന്തിങ്ങനെ കുറുകിയിരിക്കുന്ന പരിപ്പ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പരിപ്പ് കറി ഉണക്കമീനും സൂപ്പറാണ്. പരിപ്പ് കറി വറുത്ത മീനും സൂപ്പറാണ്. ഇന്നിപ്പോൾ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പരിപ്പ് കറി ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാകുകൊണ്ട് തന്നെ ഇതങ്ങോട്ട് വെച്ചു. ഇന്നലെ പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ലേശം ബാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നിപ്പോൾ പരിപ്പ് കറി ആക്കിയത്. പരിപ്പ് ഇന്നത്തോട് കൂടിയിട്ട് കഴിയുകയും ചെയ്തു, ഇനി മേടിച്ചിട്ട് വേണം. അപ്പോൾ അതൊക്കെ ആക്കി റെഡിയാക്കി മാറ്റിയെടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഇരിക്കുന്ന 2, 3 പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി വയ്ക്കാം. കുക്കറും ആ ചീനച്ചട്ടിയും. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ തന്നെയാണ് ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഒരുപാട് പാത്രങ്ങൾ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് ഇതാക്കാറില്ല. കഴുകാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ തന്നെ എടുത്ത് കഴിഞ്ഞ് പിന്നെ അടുത്തത് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. അധികമൊക്കെ ധൃതിയുള്ള സമയത്താണ് നമ്മളിപ്പോൾ മീൻ വറുക്കുകയാണെങ്കിൽ അപ്പുറത്ത് പാനിൽ വെക്കേണ്ടൊക്കെ ആവശ്യം വരുന്നുള്ളൂ. ഇതിപ്പോൾ പരിപ്പ് കുത്തി വറുത്തിട്ട് കഴിഞ്ഞ് തോരനല്ലേ ആവാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചട്ടി തന്നെ കഴുകി വെച്ചു. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് ചെറിയ വേറെ ഏതെങ്കിലും ചട്ടി വെച്ചിട്ട് ഉപ്പേരി വെക്കാം കേട്ടോ, ധൃതിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ ചട്ടിയൊക്കെ വെച്ച് ഞാൻ എന്താക്കി വെച്ചാൽ നമ്മുടെ തോരനിലേക്കുള്ള അരപ്പ് അങ്ങോട്ട് റെഡിയാക്കാം. കുറച്ച് നാളികേരം കേട്ടോ, എന്താ വെച്ചാൽ അതിനനുസരിച്ചുള്ള പൂവല്ലേ നമ്മുടെ അടുത്തുള്ളൂ, മുരിങ്ങ പൂവല്ലേ ഉള്ളൂ. ഒരുപാടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അരപ്പെടുക്കുക. ഇപ്പം ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഒരരപ്പിടിയോളം നാളികേരം കേട്ടോ ചിരകിയിട്ടുള്ളൂ. അതെടുത്തിട്ട് ചിരകലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചിരവയൊക്കെ കഴുകി റെഡിയാക്കി അതെടുത്ത സ്ഥലത്ത് തന്നെ എടുത്തു വെച്ചു. പുറത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാലും തുമ്പും എപ്പോഴാണ് പോകാന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ വയറ് കയറി അതിനകത്ത് ഒളിപ്പിക്കേണ്ടി വരും എൻ്റെ കണ്ണനെ പേടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് വയ്ക്കും. എന്നിട്ട് നമ്മുടെ തോരനിലുള്ള അരപ്പ് പറഞ്ഞ പോലെ 2, 3, 4 ചെറിയ ഉള്ളി, ഒരു 2 വെളുത്തുള്ളി, കുറച്ച് ചെറിയ ജീരകം, ഒരു 2 പച്ചമുളക്, കുറച്ച് വേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. തോരനുള്ള സെയിം അരപ്പ് തന്നെയാണ് ഇതും. ഇതിനകത്തേക്ക് കാന്താരിമുളകാണെങ്കിൽ കിട്ടുക, നമ്മുടെ കയ്യിൽ കാന്താരിമുളകില്ല, കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ചതച്ചെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു മുരിങ്ങാപ്പൂവിൻ്റെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വാഴക്കൂമ്പ്, ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ഉപ്പേരി, നമ്മൾ ഈ പയറുപ്പേരിയും ബാക്കിയുള്ളതൊക്കെ നമ്മൾ കഴിക്കുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊക്കെ എപ്പോഴെങ്കിലൊക്കെ കിട്ടുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമ്മളൊരു ഇത്തിരി പോരം കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് മതി, എന്താ വെച്ചാൽ സംഭവം അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അത് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഈ പൂവുണ്ടല്ലോ, എനിക്ക് കൂമ്പ് എന്ന നാവൽ വരുന്നത്, മുരിങ്ങാപ്പൂവ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നിങ്ങോട്ട് അടച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുത്തു, കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നമുക്ക് അതാത് കാലങ്ങളിൽ കിട്ടുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ചക്ക, മാങ്ങ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടണതുകൊണ്ട് തന്നെ വലിയ കാര്യം കേട്ടോ. ഈ പച്ചമാങ്ങ ഞാൻ എവിടെ കണ്ടാലും വാങ്ങും. അതുപോലെ തന്നെ പച്ചമാങ്ങ ഇട്ട് നാളികേരം അരച്ചിട്ട് മീൻകറി എൻ്റെ പൊന്നും, അല്ലെങ്കിൽ ഇത് കിട്ടണ ചെമ്മീനും കൂടെ സൂപ്പറാണ്. ഇപ്പം നമുക്ക് ചെമ്മീൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. തോരനൊന്നും ആ പൂവ് ഒന്നും വാടി വരുമ്പോൾ നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് വെന്തോളും. എന്താ വെച്ചാൽ പൂവ് അത് വേവാൻ വേണ്ടിയിട്ട് ഒരു പാടുമില്ല. അതൊന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ നടുക്ക് ഒരു കുഴി വയ്ക്കാം. കുഴിയാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത്, ഇവിടെ കുറച്ചേ ഉള്ളൂ. ഇവിടെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ ഞാനൊരു 3, 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയ്ക്ക് ഇവിടെ നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളും വണ്ടിയിൽ ഈ സംഭവങ്ങളും മുട്ടയുടെ കാര്യങ്ങളാണ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ അതിന് പഞ്ചുണ്ടാവാറില്ല. ഇവിടെ ഷാജേട്ടനും വണ്ടി ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഒരു 3, 4 മുട്ട എടുത്ത് പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കുറേശ്ശേ ഉണ്ടാവുള്ളൂ. ഇനി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണേക്കാട്ടിലും നല്ലത് ഞാനൊരു 3, 4 മുട്ട പൊട്ടിച്ചു. എന്നിട്ട് അതിനകത്തേക്ക് ഇത്തിരിയും കൂടെ ഉപ്പ്, ആ മുട്ടയ്ക്കുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലോണം ഇളക്കി ചീകി അങ്ങോട്ട് സൂപ്പറാക്കി എടുത്തു. ഇത് അടിപൊളി ടേസ്റ്റാണ്. മുട്ടയുടെ ടേസ്റ്റാണോ ആ മുരിങ്ങാപ്പൂവിൻ്റെ ടേസ്റ്റാണോ നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് നമ്മൾ ചട്ടി കഴുകാൻ വേണ്ടിയിട്ടിട്ടു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇവിടെ മാങ്ങ അച്ചാർ പറഞ്ഞാൽ നാരങ്ങാച്ചാറ് മാങ്ങച്ചാറ്. പക്ഷെ മാങ്ങച്ചാറില്ലേ അപ്പം ഇട്ടിട്ട് നമുക്കൊരു 2 ദിവസം അതങ്ങോട്ട് അലിയാൻ പാടില്ല, അങ്ങനെ അലിഞ്ഞ് പോകാൻ പാടില്ല. നാരങ്ങാച്ചാറ് നമ്മളിങ്ങനെ അലിയണോടത്തോളമാണല്ലോ ടേസ്റ്റ്. ഇത് അങ്ങനെ പാടില്ല, കറുമുറ് ഇങ്ങനെ നിൽക്കണം. അതുകൊണ്ട് തന്നെ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ.
അതൊക്കെ ആക്കി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമുക്കിനി മാങ്ങ ഒക്കെ നുറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇതൊക്കെ ഒരു പാത്രങ്ങളിലാക്കി വെച്ചിട്ടോ, എന്നും പറയണ പോലെ തന്നെ കറിയും കാര്യങ്ങളൊക്കെ ഓരോ പാത്രത്തിലാക്കി അവിടെ വെച്ചു. ഇനി വെശ്ക്കുക എന്ന് പറയുമ്പോൾ വേഗം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കണ്ണൻകുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വാഴല കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല കൊണ്ടുവന്നിട്ട് പറഞ്ഞു പൊതിച്ചോറ് വേണമെന്ന്. ഓക്കെ, എന്നാൽ ഈ അച്ചാറും കൂടെ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് അച്ചാർ പൊടി ഇല്ല, വറുത്തിടാൻ വേണ്ടിയിട്ട് വറ്റൽമുളകും ഇല്ല. എനിക്ക് വറ്റൽമുളകൊക്കെ വേണം കേട്ടോ വറുത്തിടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒക്കെ അരിഞ്ഞ് പെറുക്കി വെക്കാം ഷാജേട്ടൻ വരുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞോളം ഒരുപാട് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണില്ല, കുറച്ച് അച്ചാറുണ്ടാക്കുക, ബാക്കി നമ്മൾ ഉപ്പിലിടും. ഈ ഉപ്പിലിട്ടിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കും. അച്ചാറാണെങ്കിലും ഉപ്പിലിട്ടതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോവില്ല, ആ കറുമുറു എപ്പോഴും ഉണ്ടാവും. നമ്മൾ അന്ന് ഉണ്ടാക്കിയൊരു ഫീല് വരും. അതുകൊണ്ട് തന്നെ ഞാനിത് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുക്കണതിൻ്റെ കുറച്ച് നേരം മുന്നേ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് പൂത്ത് പോവില്ല, കേടായി പോവില്ല, അലിഞ്ഞും പോവില്ല. ഈ ഉപ്പിലിട്ടത് മതി കേട്ടോ. കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ വെള്ളവും നല്ലോണം മുളകും കീറിയിട്ടിട്ട് കഴിഞ്ഞാൽ അത് മതി ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്കിതിങ്ങനെ കാണുമ്പോൾ മാങ്ങയും നെല്ലിക്കയും ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിയോണ്ടിരിക്കും. അച്ചാർ എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ആയിട്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ കണ്ണൻകുട്ടി എനിക്ക് നന്നാരി സർവത്ത് ഉണ്ടാക്കി കൊടുന്നിരിക്കുക. ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എപ്പോഴും അവിടേക്കും തലയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെള്ളം കിട്ടും കേട്ടോ. ഞാനാവുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ കുടിച്ചു. അതിൽ നല്ല ഐസായിരുന്നു. എൻ്റെ ചങ്കിൽ ഐസും കട്ട ഇരുന്നിട്ട് എൻ്റെ ജീവൻ പോയോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ടത് അവിടെ വെച്ചു, ഒന്ന് തണുപ്പ് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നമുക്ക് മാങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് പുരട്ടി വെച്ചു. ഇനി അച്ചാർ പൊടി കിട്ടുമ്പോൾ നമുക്ക് അതും കൂടെ മിക്സ് ചെയ്ത് വെക്കാം. അതുവരെ ഈ ഉപ്പും മുളകൊക്കെ അതിനകത്ത് പിടിക്കട്ടെ വിചാരിച്ചു. ബാക്കി ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഇടാണ്. ഒരു 3-4 പച്ചമുളക് കീറിയിടുന്നുണ്ട്. എന്നാൽ നല്ല എരിവ് അതിനകത്തേക്ക് പിടിക്കും. കുറച്ച് സുർക്കയും കൂടെ ഒഴിക്കണം. എന്നുവെച്ചാൽ സുർക്ക നമ്മുടെ കയ്യിലില്ല, വണ്ടിയിൽ ഞാൻ കുറേ തിരഞ്ഞു കാണാനില്ല. ഷാജേട്ടൻ അതിനകത്ത് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഇനി വന്നിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഉണ്ട് റെഡിയാക്കിയിട്ട് അങ്ങോട്ട് വെച്ചു. ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് കുലുക്കി സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഈ ഒരു ഉപ്പിലിട്ട സാധനത്തിനോട് ഞാൻ പറയാറുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും എനിക്ക് ആദ്യം കിട്ടേണ്ടത് പൊരിക്കടിയും ചായയും ഉപ്പിലിട്ടതും. ഇതൊന്നും നന്നല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടെ ഇതൊക്കെയല്ലേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുക എന്ന് പറയണത്. അതൊരു പ്രത്യേക ഫീലല്ലേ പുറത്തിറങ്ങിയാൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ആകുമ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉപ്പിലിട്ടുകൊണ്ട് വയ്ക്കും കേട്ടോ. പിന്നെ നാക്കലയൊക്കെ വാട്ടിയെടുത്തിട്ട് ആൾക്ക് ചോറ് പൊതിഞ്ഞ് കെട്ടിത്തരാൻ പറഞ്ഞു. കുറച്ച് നേരം അങ്ങനെ വെക്കണമല്ലോ. അപ്പോൾ ആ വാട്ടിയ വാഴയിലയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി ഒക്കെ സെറ്റ് ചെയ്ത് ഉള്ളതിൻ്റെ ഒരു പൊതിച്ചോറായിട്ട്, നമ്മുടെ ഉള്ള കയ്യിലുള്ള ഫുഡ് കൊണ്ടുള്ളൊരു പൊതിച്ചോറ്. അതിലേക്ക് മീൻ വറുത്തതോ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ അവനും എനിക്കൊക്കെ ഇങ്ങനെ ഓരോ കൊതികളാണ്. പൂജുട്ടിക്ക് ഇങ്ങനത്തെ കാര്യമായിട്ടുള്ള നട്ടപ്രാന്തൊന്നുമില്ല, ഞങ്ങൾക്ക് ഇങ്ങനത്തെ നട്ടപ്രാന്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാടല വെച്ചിട്ട് ഒരു കുഞ്ഞൊരു തട്ടിക്കൂട്ട് ഒരു നാളികേര ചമ്മന്തി അതിൻ്റെ ഇടയിൽ കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ഈ മുരിങ്ങാപ്പൂവും മുട്ടയും കൂടെ ഉള്ള ഒരു തോരനും വെച്ചു. പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ടായിരുന്നു, അതുണ്ട്. മാങ്ങ അച്ചാർ വറുത്തിട്ടിട്ടില്ല, അവനിങ്ങനെ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് വറ്റൽമുളകും അച്ചാർ പൊടിയും എത്തിയിട്ടില്ല. അതുകൊണ്ട് അത് മതി, അങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഒരു 3-4 സ്പൂൺ അതും വെച്ചുകൊടുത്തു. ഓംലെറ്റും വെച്ചുകൊടുത്തു. നമ്മുടെ കുറുകിയ പരിപ്പ് കറിയും കൂടെ ഒരു കയ്യിൽ ഒഴിച്ചെടുത്തു. സെറ്റ്. ഇത് മതി കേട്ടോ പൊതിച്ചോറിന്. ഇപ്പോൾ നമുക്ക് പൊതിച്ചോറിന് ഇന്ന സംഭവങ്ങളെ പാടുള്ളൂ എന്നുള്ള നിയമമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളതുപോലെ കണ്ണൻകുട്ടിക്ക് ഞാനിങ്ങനെ പൊതിഞ്ഞ് കെട്ടിയേച്ച് കൊടുത്തിട്ടോ. അപ്പോൾ പൂജട്ടി ഓരോന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞിട്ട് കേട്ടിട്ടൊക്കെയാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു 1 മണിക്കൂർ തുടരുത് എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു 1 മണിക്കൂർ എനിക്ക് ഇരിക്കാൻ വയ്യ, വിശക്കണുണ്ട് എന്നൊക്കെ. ഒരു അര മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതൊക്കെ തുറന്ന് സന്തോഷത്തോടു കൂടെ കഴിക്കുന്നുണ്ട്. സൂപ്പറാ, അടിപൊളിയാന്നൊക്കെ പറഞ്ഞു കേട്ടോ കഴിച്ചിട്ട്. അപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ഫുഡ് അങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ എത്ര വയ്യെങ്കിലും നമുക്ക് എന്തൊക്കെ വയ്യാത്ത അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് അത്രയും ഇഷ്ടമാട്ടോ ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ അതൊരു ഇഷ്ടത്തോടു കൂടെ അവർ കഴിക്കുക. അങ്ങനെ ഇഷ്ടത്തോടു കൂടെ കഷ്ടപ്പെട്ട് കഴിക്കണം എന്നല്ല, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം, പൊട്ടയാണെങ്കിൽ പൊട്ടാന്നും പറയണം. അത് നല്ലതാണെങ്കിൽ അത് ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഫീലാണ്. ഇന്ന വയറ് നിറയും, പിന്നെ എനിക്ക് കഴിക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെയാണ്. അതൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് അടുത്ത പണി വന്നു. ഷാജേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, പരൽമീനും ഉണ്ട്. അപ്പോൾ അതിനി ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ അച്ചാറൊക്കെ കണ്ട് വറുത്തിടാൻ വിചാരിച്ചു. കുറച്ച് അച്ചാർ പൊടിയും കൂടെ അതിനകത്തൊക്കെ മിക്സ് ചെയ്തിട്ട് അത് കടുക് വറുക്കണമല്ലോ. അപ്പോൾ കടുകും വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് അത് അങ്ങോട്ട് കടുക് വറുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. എല്ലാ പണിയും കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഭാഗത്ത് ഇരുന്നതാണ്. കുറേശ്ശെ എനിക്ക് ഒഴിവിനനുസരിച്ച് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരു സമയത്ത് അങ്ങനെ നടന്നു പോകണമുണ്ട്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കിടക്കണം എന്ന് വിചാരിച്ചിരുന്നു. എനിക്കാണെങ്കിൽ ഇന്ന് ഒട്ടും വിശക്കണില്ല. ഉച്ചയ്ക്ക് ചോറുണ്ടിട്ടില്ല, വിശക്കണേ ഇല്ല. എന്താണെന്നറിയില്ല, ഈ വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടായിരിക്കും തോന്നുന്നു. ഞാൻ മാങ്ങച്ചാറും പരിപ്പ് കറിയും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കണം വിചാരിച്ചതായിരുന്നു. അപ്പോഴേക്കാണ് ഈ പരൽമീനോട് വന്നത്. എനിക്ക് അതിൻ്റെ മുന്നേ 2 വറ്റ് കഴിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ഈ പരൽമീനിനോട് വലിയ താല്പര്യം എന്നല്ല, ഞാനത് തൊടുക പോയിട്ട് എനിക്ക് അതിൻ്റെ സ്മെല്ല് പോലും പണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റിയായിരുന്നില്ല. വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അതിൻ്റെ ഒരു ചേറ് മണമുണ്ടല്ലോ അത്. ഇപ്പം പിന്നെ പോകെ അത് ഉണ്ടാക്കാം എന്നുള്ളൊരവസ്ഥയിലെത്തി. കഴിക്കില്ല കേട്ടോ. തല വേണോ? ഇതാണ് ഗൈസ്, എന്ത് മീനാ? പുഴമീൻ. പരല്. ഇതിന് നല്ല നല്ല പുളിയിടണം മോള്. ഈ സാധനം ഇഷ്ടമേ അല്ല. എനിക്കിഷ്ടമേ ഇഷ്ടമാണ് മോള്. ഇഷ്ടമല്ല പൂച്ചനൊക്കെ ഇഷ്ടമാണ് അല്ലേ? ഇഷ്ടല്ലേ? ഞാൻ കഴിക്കും. പിന്നല്ലാണ്ട് ഞാൻ കഴിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കഴിക്കും, മോള് കഴിക്കില്ല. പൂച്ച പിന്നെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ എല്ലാം കഴിച്ചോളൂ. അതങ്ങനെ ഒരു പൂച്ചു, ഇതങ്ങനെ ഒരു മോളു. മോളും ഇങ്ങനെ, ഞാനങ്ങനെ. മതി. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ട് ആ ചട്ടിയിൽ തന്നെ ഇങ്ങനെ ഉരക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വഴുവഴുപ്പും സംഭവങ്ങളൊക്കെ പോയി നല്ല വൃത്തിയിൽ കിട്ടും. അപ്പോൾ ഒരുപാട് ഉപ്പിട്ടിട്ടാണ് ഞാൻ ഉരത്തുന്നത്. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല ഗൈസ്. അതൊക്കെ ഉണ്ടാക്കി വൃത്തിയാക്കി കഴുകി ഇനി അതിങ്ങനെ കുറുന്നനെ മുളക് ചാറ് ഉണ്ടാക്കി കൊടുക്കണം. ഈ ഷാജേട്ടന് ഈ കഴുകിയ വെള്ളം പോലും കളയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പോലത്തെ ഇഷ്ടമാണ് ഈ ഒരു പരൽമീനിനോട്. ഇങ്ങനത്തെ ഈ തോട്ടിലെ മീൻ, പുഴമീൻ, എന്താ പറയുക, ഇങ്ങനത്തെ ഈ പുഴമീൻ സംഭവത്തോട് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂജുട്ടി കഴിക്കും, കണ്ണൻകുട്ടിയും കഴിക്കും. എനിക്കാണ് ഇത് പറ്റാത്തതുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും ഏട്ടനും അനിയനൊക്കെ ഇത് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മാത്രമാണ് ഇതിൽ ഇഷ്ടമല്ലാത്ത ആളുള്ളൂ. അതുകൊണ്ട് വെക്കില്ലായികയില്ല, കഴിക്കില്ല എന്നേ ഉള്ളൂ. വെച്ചു കൊടുക്കും, ആദ്യം ഉണ്ടാക്കിയാറൊന്നുമില്ല, ആ കയ്യിൽ നിന്ന് ആ സ്മെല്ല് പോവാത്തതുകൊണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചട്ടിയിൽ നല്ല കുറച്ചധികം ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചു. എന്നിട്ട് അതിലേക്ക് ആ ചതച്ചതൊക്കെ ചട്ടിയിലിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒരു തക്കാളി, ഒരു ഉണ്ടക്കം തക്കാളിയും കൂടെ മുറിച്ചിട്ടു. എന്നിട്ട് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ഇത് ചതയ്ക്കാനിട്ട് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് അതിനകത്തേക്ക് പാകത്തിന് പുളിയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ എന്താക്കണം വെച്ചാൽ അതൊന്നിങ്ങനെ കൈകൊണ്ട് ആ പുളി ഇങ്ങനെ ഞെരടി ഇങ്ങനെ കൈകൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ കൈകൊണ്ട് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ കൈകൊണ്ട് ചോറ് കുഴച്ചിട്ട് ആ പിള്ളേർക്ക് കൊടുക്കണം. നമ്മൾ വെച്ചുണ്ടാക്കണതൊക്കെ ഈ കൈകൊണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുഴച്ചു ഇല്ലെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കി ഞെരടി എന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു മോശക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കൈകൊണ്ട് ഇങ്ങനെ ഉടക്കണേനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതൊക്കെ ആക്കി പാകത്തിന് പുളിവെള്ളം ഉപ്പൊക്കെ ഇട്ട് അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീനിട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഇഷ്ടമുള്ളവർക്ക് ഇത് പ്രാണനായിരിക്കും, അല്ലാത്തവർക്ക് ഇതിൻ്റെ ഫീല് പറഞ്ഞാൽ അറിയില്ല, എന്നെ പോലത്തെ ഉള്ളവർക്ക്. അതുകൊണ്ട് തന്നെ അതൊക്കെ കാര്യമായിട്ട് നമ്മൾ കഴിക്കണില്ലെങ്കിലും അത് അതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നേക്കുള്ള സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇട്ട് മീൻ ഇങ്ങനെ തിളച്ചിങ്ങനെ പറ്റി കണ്ടോ, നമ്മൾ ആദ്യത്തെക്കാട്ടിലും വെള്ളം കുറഞ്ഞിങ്ങനെ കുറുകി വന്നു. ഈ ഒരു സ്റ്റേജാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് ഒരു തണ്ട് വേപ്പിലിട്ട് കൊടുത്തു. ഇത്തിരി മല്ലിച്ചപ്പ്. ഈ മല്ലിച്ചപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇവിടെ ഇവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച്. എന്നിട്ട് കുറച്ചധികം പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ പാറ്റി കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി പരൽമീൻ അങ്ങോട്ട് സെറ്റായി. ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പാട്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വയസ്സായവർക്ക് എൻ്റെ അച്ഛയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു പെഗ്ഗൊക്കെ അടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് സൂപ്പർ. അതിൽ എരിവ് നല്ല കൂടി നിൽക്കണം. കാന്താരിമുളക് ഉണ്ടെങ്കിൽ സെറ്റാണ്. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എന്തടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൊത്തുങ്കല്ലാടാ പറഞ്ഞത്. എന്തായാലും പെരുങ്കടത്തിൻ്റെ പെരുങ്കട. പിന്നെ ഇപ്പോൾ ഇത് കളിച്ചെന്ന് വെച്ചിട്ട് വേറൊരു കടം പെരുകാൻ വേണ്ടിയിട്ടൊന്നുമില്ല, അത്രയും കടത്തുമില്ല നിൽക്കണം. പണ്ടൊക്കെ പറയും ഈ കല്ല് കളിച്ച് കഴിഞ്ഞാൽ കടം പെരുകുമെന്ന്. വെറുതെ ആട്ടോ, അല്ലെങ്കിലും കടം വരാണ്ടെങ്കിൽ വരും. അതൊക്കെ നമ്മുടെ ഓരോരോ ഭാഗ്യക്കേടൊക്കെയാണ്. കട ഇല്ലാതിരിക്കുന്നതും രോഗം ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയും. അപ്പോൾ നമുക്ക് കട അത്യാവശ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും പിള്ളേരും കൂടെ ഇവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കിത് നല്ലോണം കളിക്കാറിയാം. എന്താ വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാനിത് ആർമാദിച്ച് കളിച്ചിരിക്കുന്ന കളിയാണ് ഇത്. കല്ല് ഇങ്ങനെ കക്കളിക്കുക, പിന്നെ എന്താ പറയുക, കുത്തുങ്കല്ലാടുക, കക്ക് കളിക്കുക, അങ്ങനത്തെ കളികളൊക്കെ. ഡപ്പൊസാറ്റ്, അതൊക്കെ നമ്മുടെ കളികളൊക്കെ കേട്ടോ. വളപ്പൊട്ട് കളിച്ചുള്ള കളിയൊക്കെ. അപ്പോൾ ഈ കണ്ണൻകുട്ടി ആദ്യം ഡിമാൻഡ് ഇട്ടു. ഞാനില്ല, എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഡിമാൻഡ് ഇട്ടിരുന്നു. ഞങ്ങൾ കളിച്ച് വന്ന് ഹരം മൂത്തപ്പം ഞാനും ഉണ്ട് പറഞ്ഞിട്ടിരുന്നതാണ് കേട്ടോ.
ഇവർക്ക് രണ്ടുപേർക്കും ഇത് കളിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല. അപ്പോൾ അവനോട് ഞാൻ പറയാം, ഞാൻ ഒരെണ്ണം ജയിച്ചു, അപ്പോൾ 5 ഇതാണ് ഞാനിങ്ങനെ അടിച്ചിട്ട് ഞാൻ ജയിച്ചെങ്കിൽ 5 ഇത് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിച്ചു എന്ന്. അതൊക്കെ പറഞ്ഞ് അവൻ കളിക്കാതിരുന്നതും ഒരു കല്ല് വന്ന് അവൻ്റെ മൂക്കിന് വന്നിടിച്ചു. അവൻ തന്നെ കളിച്ചതാ, അത് നേരെ അവൻ്റെ മൂക്കിലാണ് വന്നിടിച്ചു. അപ്പോൾ അതൊക്കെ അതങ്ങോട്ട് കണ്ടപ്പോഴേക്കും എനിക്കും പൂജനും പിന്നെ നിലത്തൊന്നല്ല ചിരി. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിരി എനിക്ക് നിൽക്കില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. അത്ര കാര്യമായിട്ടൊന്നല്ല പറ്റിയത് കേട്ടോ. കാര്യമായിട്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ ചിരിക്കൊന്നുമില്ല. ഇപ്പം മക്കൾക്ക് പറ്റിയപ്പോൾ അമ്മ ചിരിക്കണു അങ്ങനെ ചിന്തിക്കണ്ട. ഇതൊരു ഫണ്ണ് അങ്ങനെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എങ്ങനെ നോക്കിയാലും ഞാനേ ജയിക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ കളിയുടെ ഒരു ഇമ്പല്ല. ഇങ്ങനെ ജയിച്ചിട്ട് പിന്നെ അടിക്കണം. നമ്മൾ 5 എണ്ണം നമ്മൾ വെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ 5 അടി വരെ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ പൊട്ടന്മാരൊന്നും അടിക്കാൻ വേണ്ടിയിട്ട് നിന്നേറില്ല. അപ്പോൾ എനിക്കറിയാം ലാസ്റ്റ് വെച്ചിട്ട്. ഞാനും ചെറുതിൽ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. അടി കിട്ടുന്ന സമയത്ത് ഞാൻ ഓടും. എൻ്റെ കൂടെ ഞങ്ങളവിടെ കുറേ പിള്ളേർ കളിക്കാൻ വേണ്ടിയിട്ടിരിക്കും. ഇവിടെ അല്ല കേട്ടോ, മുന്നേ ആദ്യം ഒരു വീടുണ്ടായിരുന്നു കാവുമ്പുറത്ത്. അവിടെ ഞങ്ങൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കളിച്ചിട്ട് ലാസ്റ്റ് എനിക്ക് അടി കിട്ടുമ്പോൾ നമ്മുടെ ഈ കൈപ്പത്തി അവർ വിരലോണ്ടാണ് വെച്ച് അടിക്കുക, ഈ കൈത്തണ്ടേമേ. ആ സമയത്ത് ഞാൻ ഓടും. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞിരുന്ന് ഇനി അങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് വിചാരിച്ചൊരു 5 മണി 5:30 ആവാറായി കേട്ടോ. 5:15 ആയി. അപ്പോൾ നമ്മൾ വിരിച്ചിട്ടിരിക്കുന്ന തുണിയൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കൊണ്ടുവയ്ക്കുക. ഇനി ഇതൊക്കെ ഒന്ന് മടക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തെ പരിപാടികൾ ഇനി 1, 2 വെച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇങ്ങനെ വെറുതെ ലാഗ് അടിച്ച് വെറുതെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ ഈ പിള്ളേരെ കൂടെ ഇങ്ങനെ കുറച്ച് നേരം കളിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തിനനുസരിച്ചിരിക്കും അവരുടെ കാര്യങ്ങൾ കേട്ടോ. ഏറെക്കുറെ നമ്മുടെ വീട്ടിൽ നിന്ന് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് കൊണ്ടുപോകാനൊന്നും മാർഗ്ഗമില്ലാത്ത സമയത്ത് അവരെ കൂടെ ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ എത്തുക. അത് വെച്ചും കൂട്ടാനും കളിക്കാറുണ്ട്. ഇതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രഹസനമായിട്ട് തോന്നണ കൊണ്ടാണ് ഒട്ടുമിക്കതും വീഡിയോയിൽ കാണിക്കാത്തത്. ഞാനും എൻ്റെ പിള്ളേരും ഞങ്ങൾ പഴയ ഒരുപാട് നമ്മൾ ചെറുതിൽ കളിച്ചുകൊണ്ടിരുന്നിരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞ് കളിക്കാറുണ്ട് കേട്ടോ. ചിരട്ടയിലൊക്കെ വെച്ചും കൂട്ടാനും കളിക്കാറുണ്ട്. എന്നിട്ട് അപ്പുറത്തെ വരെ വീടാണെങ്കിൽ ഇപ്പുറത്തിൻ്റെ വീട്, ഞാനിവിടെ നിന്ന് അങ്ങോട്ട് വിരുന്ന് പോവും. അങ്ങനെയൊക്കെ നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വീട്ടിൽ ഈ പറഞ്ഞ പോലെ സാരി കൊണ്ടൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് ഓരോ ഇങ്ങനെ ടെൻറ്റ് പോലെ ഉണ്ടാക്കി രാത്രി അങ്ങനെ നമുക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പിള്ളേർക്ക് അങ്ങനെ കിട്ടുമ്പോൾ അവർ ചെറുതിൽ പിള്ളേരോട് പറഞ്ഞോളും, എൻ്റെ അമ്മയൊക്കെ എൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ് അവരെ മക്കൾക്കും അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്, പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ എത്ര സമയമില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ റിലേറ്റീവ്സിൽ നിന്ന് പിള്ളേർ വരികയാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ നടന്നോളൂ കേട്ടോ. വല്ല ജാട പിടിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ ആളാ കൊമ്പത്താളാ അങ്ങനെ പറഞ്ഞിട്ടൊന്നും നടക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമല്ല. എനിക്ക് പിള്ളേരെ കൂടെ അതിനനുസരിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിഷ്ടം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ട് ഇനി ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. നമ്മുടെ തുളസി ഞാൻ പറഞ്ഞ പോലെ നട്ടതൊക്കെ ഇങ്ങനെ ഒരു വിധം ഇങ്ങനെ ഇതായി വരുന്നുണ്ട്, തളിരിട്ട് വരണ്ട ഇലയൊക്കെ വാടിയതൊക്കെ. അപ്പോൾ തന്നെ എനിക്കൊരു വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. നമ്മുടെ വണ്ടി അങ്ങനെ പുതപ്പൊക്കെ അതിന് പനി പിടിച്ചിട്ടോ അതിന് തണുത്തിട്ടോ ഒന്നല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അമ്പടി പൊടിയാണ്. അപ്പോൾ നമ്മുടെ ഈ പന്തൽ പൊട്ടിയില്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാജേട്ടൻ വെയിൽ കൊള്ളണ്ടാവും വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പുതപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് തുടച്ചിടണം. ഇനിയിപ്പോൾ ആൾ നല്ല ഉറക്കം, അപ്പോൾ ഉറങ്ങിയിട്ട് ഇതുവരെ എണീറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ പിന്നെ അങ്ങോട്ട് എടുത്ത് പോകാൻ വേണ്ടിയിട്ട് എളുപ്പമല്ലേ. നമ്മളിപ്പോൾ കഴുകലും ക്ലീൻ ചെയ്യലൊക്കെ പാത്രം കഴുകലും ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിരുന്നതുകൊണ്ട് രാവിലെ ഇനിയിപ്പോൾ എടുത്ത് പോണ സമയത്ത് ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ചിടാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഫുള്ള് കഴുകണം എന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. അതിന് നമ്മുടെ ഇവിടുത്തെ പൈപ്പ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പൈപ്പ് ഇട്ടിട്ട് അങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു കസേര സ്റ്റൂളൊക്കെ ഇട്ടിട്ട് കഴുകാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് മാത്രം ഒന്ന് തുടയ്ക്കണുള്ളൂ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ചെയ്തൊരു സംഭവമാണ് കേട്ടോ ഈ ഫുഡിൻ്റെ. അത് കാണുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ടെന്ന് വെച്ചാൽ ഇത് കാരണം നമ്മൾ ഒരുപാട് കടം മുങ്ങി. അതങ്ങനെ ആലോചിക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. പക്ഷെ അത് ഞാൻ ആഗ്രഹിച്ച പോലെ എത്താത്തതിൽ വലിയ വിഷമമുണ്ട്. എന്തായാലും നമുക്ക് ദൈവം എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഒന്നും ചെയ്യാണ്ട് അയ്യോ എനിക്കൊന്നും ഇല്ല എന്ന് പറയണേക്കാളും ഞാനൊരു സംഭവത്തിൽ ചെയ്തിട്ട് എനിക്കതിൽ വിജയിക്കാൻ പറ്റിയില്ല എന്നുള്ളതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പാണ് എനിക്കിതിൽ വിജയിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റും. ഈ ഫുഡ് നമുക്കിപ്പോൾ ഈ ഒരു യൂട്യൂബും ഈ ഒരു ഫുഡായിരുന്നു എനിക്ക് ഏറ്റവും വലിയ അത്ര ഒരു ആഗ്രഹമുള്ളൊരു സംഭവം. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് പൊളിഞ്ഞ് പാപ്പരായി എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഏണിങ്സ് നമുക്ക് അതൊന്ന് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് തടസ്സങ്ങൾ വന്നു. നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. നെഗറ്റീവ് തരണ
സങ്കടം തരുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട. ഒക്കെ ശരിയാവും. ഒക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമുക്ക് പോസിറ്റീവായിട്ടുള്ള സന്തോഷം നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. എനിക്കങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ മേലൊക്കെ കഴുകി നമുക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. വൈകിട്ട് വിളക്ക് വെച്ച് നാമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ആയാലും വൈകിട്ടായാലും പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കേട്ടോ. അതിനകത്തുള്ള അതിൻ്റെ ഇടയിൽ വരുന്ന സങ്കടങ്ങളായാലും വിഷമങ്ങളായാലും ഒക്കെ അപ്പാടെ പോയി പോകും. അതുകൊണ്ട് തന്നെ 2 നേരം വിളക്ക് വെച്ചിട്ട് നാമം ചെല്ലാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ പല സമയത്തായും വരിക. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടൊന്നും നാമം ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. കണ്ണൻകുട്ടി വന്നാൽ അവൻ ചെല്ലും. പൂജയ്ക്ക് സമയമായച്ചാൽ അവളുണ്ടെങ്കിൽ ഞാനും അവളും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ചെല്ലും. അതുപോലെ തന്നെയാണ് കേട്ടോ വൈകിട്ട് അമ്പലത്തിൽ പോണതും ഒരു പ്രത്യേക ഫീലാണ്. ഞാൻ പറയാറുണ്ടല്ലോ, ദീപാരാധന തൊഴുത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ പോണ പോലെ തോന്നാറുണ്ട്. നല്ലൊരു പോസിറ്റീവ് എനർജി തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഒരു ടാറ്റ ബൈ, സീ യു.